ബിഗ് ബോസ് മലയാളം സീസൺ 6മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ അപ്ഡേഷനാണ് ഇപ്പോൾ പറയുവാൻ പോകുന്നത്. അത് ജാസ്മിൻ ജാഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദിയാസന തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കൂടി പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. ബിഗ് ബോസിലെ ജാസ്മിൻ ജാഫറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ജാസ്മിനെതിരെ നടക്കുന്ന സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ട് യൂട്യൂബ് ഇൻസ്റ്റ ഐഡികൾക്കെതിരെ ജാസ്മിൻ്റെ വാപ്പ ജാഫർ ഖാൻ പരാതിപ്പെട്ടിട്ടുണ്ട്. മോശമായ രീതിയിൽ ജാസ്മിൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് തംബ്നെയിലുകളും വാക്കുകളും പറഞ്ഞ ചാനലുകൾക്കെതിരെയാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. ബിഗ് ബോസ് എന്ന ഷോയുടെ പേരിൽ വ്യക്തികളെ വളരെ മോശമായി ചിത്രീകരിച്ച് നടത്തുന്ന, മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ ഇത്രയ്ക്കും തരം താഴ്ന്ന രീതിയിൽ ബുള്ളിങ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഇത് തന്നെയാകും അവസ്ഥ. അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ളതിനപ്പുറത്തേക്ക് വാക്കുകളും പ്രവർത്തികളും കൈവിട്ടു പോയിരിക്കുന്നു. ക്രിമിനൽ കേസും ഡിഫർമേഷൻ സ്യൂട്ടും ഫയൽ ചെയ്തിട്ടുണ്ട്. ഒടുവിൽ ദിയാസന ഇങ്ങനെ കൂടി അഭിപ്രായപ്പെട്ടിട്ടാണ് ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇത് കുറച്ച് നേരത്തെ ആകാമായിരുന്നു ജാഫർ ഖാൻ. പബ്ലിക്കിന്റെ മുൻപിൽ വരുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള പേരിൽ സൈബർ അറ്റാക്കുകൾ ഈ കാലഘട്ടത്തിൽ വളരെ സുലഭമായി നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ജാസ്മിൻ ജാഫറും ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. വ്യക്തിഹത്യ എന്ന് പറയുന്ന ആ വാക്കുകൾ, സൈബർ ബുള്ളിങ്, അത് തന്നെയാണ് ജാസ്മിനെതിരെയും ഒരു കൂട്ടം ചാനലുകൾ അഴിച്ചുവിട്ടതായി കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. തീർച്ചയായിട്ടും വിമർശനാത്മകമായ രീതിയിൽ തന്നെ പല കാര്യങ്ങളെയും സമീപിക്കുകയും ചെയ്യേണ്ടതാണ്. എന്നാൽ വിമർശനങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് ഒരു വ്യക്തിയെ ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള അതിരൂക്ഷവും മോശവുമായ ഭാഷാ പ്രയോഗങ്ങൾ ഉപയോഗിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഈ പ്രവണതകൾക്കെതിരെ എത്രയോ ആൾക്കാർ പല ആവർത്തി കോടതികൾ കയറിയിറങ്ങുകയും അതേക്കുറിച്ചുള്ള വാർത്തകളൊക്കെ എത്രയോ തവണ നമ്മൾ കേൾക്കുകയും ചെയ്തിരിക്കുന്നു. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും സമൂഹ മാധ്യമങ്ങൾ വഴി വ്യക്തികളെ അവഹേളിക്കുക, വ്യക്തിഹത്യ നടത്തുക, ആ പ്രവണതയ്ക്ക് കുറവുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും അനസ്യൂതം അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ജാസ്മിനെതിരെയുള്ള സൈബർ അറ്റാക്കുകൾ, ആ കുടുംബത്തിനെതിരെയുള്ള സൈബർ ബുള്ളിങ്ങുകൾ, അത് നിയമത്തിൻ്റെ വഴിയിലേക്ക് പോവുക വഴി ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.